എൻ്റെ ഒരു ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഗൈസ് ഇന്ന് നടക്കുന്നത്. കുറച്ചൊക്കെ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ്. വയനാടൻ ബസ് വെച്ചിട്ടാണ് ഗൈസ് നമ്മളിന്നത്തെ ആഗ്രഹം നടത്തുന്നത്. നമ്മൾ വേറെ ഒരു നല്ല റോഡ് കൂടെയാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. വയനാടൻ ബസ് ഞങ്ങൾ കുറച്ചൊക്കെ ഫേമസ് ബസ്സാണ്, എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബൗൺസറാണ് ഗൈസ് നമ്മളെ ബസ് എന്ന് പറയുന്നത്. നല്ല ലുക്കാണ്, കാണുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലുക്കാണ് ഗൈസ്, വേറെ അടിപൊളി ലുക്കാണ്. പിന്നെ ഇതാ റോഡ് കൂടെ ഒക്കെ ഇതാ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതാ ക്രിസ്റ്റ അല്ലേ ഇതാ പോകുന്നത്, ഇന്നോവ ക്രിസ്റ്റ ഒക്കെ പറപ്പിക്കൽ തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതാ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ക്യാബിനൊക്കെ ഇതാ നല്ല രീതിക്കാണ്, നല്ല ക്യാഷ് കൊടുത്തിട്ടാണ് വണ്ടിയൊക്കെ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ നമ്മളല്ല വണ്ടീൻ്റെ ഓണേഴ്സ് ചെയ്തത്. പിന്നെ ഭയങ്കര ലുക്ക് തന്നെയാണ്. ഉള്ളിലൊക്കെ നെയിം ബോർഡ് ലൈറ്റൊക്കെ ഉണ്ട്, പിന്നെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ വ്ളോഗിൽ ഒരുത്തനെ കൂടെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മളെ ബസ് മാത്രം പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കൂട്ടത്തിലെ പാച്ചു ഉണ്ട് ഗൈസ്, അവനുണ്ട്. അവനാക്കി ഇനി സംസാരിക്കുക. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വയനാടൻ ബസ്സാണ്. അപ്പൊ നമ്മളെ പ്രൈം ബസ്സൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ വരുന്ന അർജുൻ പറയുന്നുണ്ട്. അതിന് വണ്ടി ഓട്ടത്തിന് പോയിരിക്കല്ലേ, അപ്പൊ എങ്ങനെ വണ്ടി വരും? അല്ല, ഞാൻ വണ്ടി ഓട്ടം കഴിഞ്ഞ് വരുന്ന ഞാൻ ഉദ്ദേശിച്ച, മാറിപ്പോയതാ. ഓഹോ, നിനക്ക് തെറ്റി പറ്റിയതാവാം. അച്ചു ബസ് ഇന്നലെ പോയ ട്രിപ്പിന് ഇനി നാളെ പോയിട്ട് ഇനി അടുത്ത ആഴ്ചയല്ലേ വരുള്ളൂ. എവിടേക്ക് ഹമ്പിക്കല്ലേ പോയേ, എന്ത് ചെയ്യാൻ പറ്റും? ട്രിപ്പ് മൂടല്ലേ. അയ്യോ പാച്ചു സാർ എന്താ മറന്നുപോയോ? പറയാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയോ? ഒന്ന് പറഞ്ഞേക്ക്. അപ്പൊ ഇന്നൊരു ദിവസം നമ്മള് വയനാടൻ ബസ് എടുത്തിട്ടാണ് ഒരു സ്ഥലം വരെ പോകുന്നത്. അപ്പൊ ഇന്ന് ഒരു വേറെ വ്യത്യസ്തമായ റോഡിൽ കൂടെയാണ് പോകുന്നത്. കോൺക്രീറ്റ് ഇട്ട പോലത്തെ റോഡാണ്, എന്നാലും ഇവിടെ ടാർ ഇടുമായിരിക്കും. അല്ല, നീ എന്താ ഈ വഴിയിൽ റോട്ടിൽ എന്താ ടാർ ഇടാ? നീ പൈസ കൊടുക്കും, നീ കോൺട്രാക്ടർ ആയിക്കോ, നിനക്ക് അതാ നല്ലത്. ഒന്ന് ബോർഡാക്കാണ്. പിന്നെ എനിക്കതല്ലേ പണി, നീ വേണമെങ്കിൽ പിന്നെ എനിക്കതല്ലേ പണി. കോൺട്രാക്ടർ ടാറിന് വേണ്ട, ഈ റോഡിന് അടിപൊളിയാ. നോക്ക്, നമ്മളിപ്പോ കേരള സ്റ്റൈലിൽ കൂടെയാണ് ഗൈസ് നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്നത്. നല്ല ലുക്ക് ഉണ്ട്. സൈഡിലായിട്ട് ഇതാ 2 ലോറിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്നാ പ്രകൃതി ഭംഗി അനുസരിച്ച് നമുക്ക് പോവാട്ടോ. നല്ല വ്യൂ ഉണ്ട്, നല്ല മരങ്ങൾക്കിടയിലാണ് നമ്മൾ പോകുന്നത്. വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഈ റോട്ടിൽ കൂടെ ഒന്ന് വണ്ടി ഉണ്ടായിരുന്നത് ഇവര് പോകുന്നേ. പിന്നെ ഗൈസ് നമ്മൾ പിന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോവാത്തെന്ന് പറയുമ്പോ നമുക്ക് പിന്നെ ട്രിപ്പ് ഒന്നും പോകണ്ടല്ലോ. നമ്മളെ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, അവരെ നമ്മളെ ട്രിപ്പിന് വരാൻ ഡ്രൈവേഴ്സ് പൊക്കോളൂ. നമ്മളെ പാക്കേജ് ഒക്കെ അവര് പൊക്കോളൂ. അതുകൊണ്ട് നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒരു ടൗൺ പോലത്തെ സ്ഥലത്തേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഓടിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെ. നമുക്ക് അവിടെ വണ്ടി വന്നിട്ടുണ്ട്, ഒരു കൊട്ട വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സൈഡ് ഒതുക്കി കൊടുത്ത് അയാൾക്ക് പോകാൻ വേണ്ടി നമുക്ക് ഒതുക്കി കൊടുക്കാം. നമ്മളെ വണ്ടീൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒന്നൊന്നര ഒരു വൈബാണ് ഗൈസ്. പിന്നെ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വീടുകൾ ഉണ്ട് തോന്നുട്ടോ. എടാ പാച്ചു, നീ ഇപ്പൊ കളിയൊന്നും കാണാറില്ലേ? ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ടാ? എനിക്കറിയാം, ഞാൻ അർജന്റീന ടീം. ഞാൻ പിന്നെ പറയാനും മറന്നുപോയി. എടാ നമ്മളെ ബസ്സിന് TV ഇല്ലേ, അപ്പൊ നമുക്ക് TV ചെയ്യണ്ടല്ലോ. അപ്പൊ അതിന് നിനക്ക് ഇന്ന് ഏതാ കളിയെന്ന് അറിയോ? എനിക്കറിയില്ല, തപ്പി നോക്കാണ് എനിക്ക് നോക്കിയോ വരെ. എന്റെ പൊന്നെ, നീ ഇനി വേണ്ടി കഷ്ടപ്പെടുന്നു വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞ TV-ലൊന്നും കാണണ്ട. ഇങ്ങോട്ട് വേറെ ഞാൻ വീട്ടിൽ പോയി ഇരുന്ന് കാണുന്നതല്ലേ. ഇതിപ്പോ എന്താ സംഭവം? എടാ നിനക്കതാ നല്ലത്, വീട്ടിൽ പോയി ഇന്ന് കണ്ടോ, TV പോയിട്ട് കണ്ടോ, അതാ നല്ലത്. അതാണ് നിനക്ക് പോക്കോണൊക്കെ വാങ്ങിച്ചിരിക്കാലോ. പിന്നെ പോക്കോണ്ട പൈസ നിന്റെ കെട്ടിയോള് തരുമല്ലോ. പിന്നെ ഇപ്പൊ എന്റെ കെട്ടിയോള് നിനക്ക് പോക്കാൻ വാങ്ങിച്ചു തരാൻ നിക്കല്ലേ. അപ്പോൾ വണ്ടി ഇറപ്പോ കുടിയും കിടക്കാനുള്ള കൈസ് അവിടെ എന്തോ പറ്റിയിട്ട് അവിടെ ബ്ലോക്കായി കിടക്കാണ്. നമ്മളിവിടെ സംസാരത്തിന് ശേഷം നമുക്ക് ഒന്നും പറ്റില്ല. ഇവിടെ റോഡ് ഇവിടം വരെ ഉള്ളൂ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തിരിച്ചിട്ട് വരാൻ തോന്നുന്നു ഗൈസ്. നമ്മൾ മാപ്പ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ തിരിക്കേണ്ട വരും, എന്തായാലും തിരിക്കുക. അപ്പോൾ ഗൈസ് ഇങ്ങോട്ട് കയറ്റട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വഴി എൻ്റെ ആയി. അങ്ങനെ നമ്മളങ്ങനെ ബസ് നമ്മൾ വളച്ചെടുത്തത് നമ്മളിങ്ങനെ വീണ്ടും തിരിച്ചു പോവാണ്. വഴി ഇവിടെ വരെ ഉള്ളൂ, എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും കൊള്ളാം കേട്ടോ സ്ഥലം. നമ്മൾ ഇവിടെ വരെ വന്നിട്ടുള്ളൂ, ഇനി നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാ. പിന്നെ ഡോറൊക്കെ അടച്ച് നമ്മൾ പോവാണ്. നല്ല വഴിയാണ് കേട്ടോ, കുഴപ്പമില്ല. നമ്മളെ ബസ്സൊക്കെ പോകുന്നുണ്ട്. വേറെ വണ്ടികൾ, വലിയ വണ്ടികൾ വന്നാലാണ് സീന്. നമ്മളെ ബസ്സൊന്നും ഇതിൽ വരുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ നിന്റെ ടീമിൽ തന്നെ ഇഷ്ടപ്പെട്ട പ്ലെയറിന്റെ പേരൊന്ന് പറ. ഒരാളെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ പേര് പറഞ്ഞോ. എനിക്ക് എന്നെ മെസ്സിക്കുട്ടനെ, എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടം. നിനക്ക് ആരെയാ? നിന്റെ പേര് പറ. എന്റെ പിന്നെ എന്താ അറിയാനുള്ളത്, CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. നിന്റെ ലയണൽ മെസ്സി ഇല്ലേ, അവന് ഭയങ്കര അഹങ്കാരാ. മെസ്സിയൊക്കെ അടുത്താളി പൊട്ടു, നോക്കിക്കോ. പിന്നെ ഞങ്ങൾ ടീമിനെ തൊട്ട് കളിച്ചിട്ടുണ്ടല്ലോ, തീർത്തളിച്ചക്ക പോടാക്ക. നമ്മളെ മെസ്സിനെ തൊട്ടാണ്ടല്ലോ, മെസ്സി ഒന്നും പൊട്ടില്ല. നിങ്ങൾ വെറുതെ അസൂയ കാണിക്കാതെ. പിന്നെ
അങ്ങനെയാടാ പൊട്ടുക കളിക്കാറിയണി. എടാ ഞങ്ങൾ ടീമിൽ സപ്പോർട്ട് വേണ്ട, നമ്മളെ പോർച്ചുഗൽ സപ്പോർട്ടില്ല, ചെക്കന്മാർ നമ്മൾ ടീംസ് സപ്പോർട്ടില്ല. മറ്റവരെ കണ്ടോ സ്പെയിലൊക്കെ എന്താ സപ്പോർട്ട്, മറ്റേ ലൈമിനിയാമലൊക്കെ കളിക്കുന്നത്, അവറ്റൊക്കെ കളിച്ചാൽ പൊട്ടാണ്ടിരിക്കുവോ. ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ പേടിച്ചു പോയി, പിന്നെയാണോ എന്ത് ചെയ്യാൻ പറ്റും. അതാ ഞാനും പറഞ്ഞു നിങ്ങള് പൊട്ടി. എടാ കളിയാകുമ്പോൾ ജയിക്കലും തോക്കലൊക്കെ ഉണ്ടാവും, അതൊക്കെ സർവ്വസാധാരണമാണ്. നിങ്ങൾ നോക്കിയാൽ അടുത്ത കളിയാകുമ്പോൾ നിങ്ങളും പൊട്ടും, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, അടുത്ത കളിയാകുമ്പോൾ നിങ്ങളും പൊട്ടുവാടാ. പൊട്ടുകയാണി പൊട്ടട്ടെ, പൊട്ടിയ എനിക്കെന്താ, എന്റെ ഫാൻസ് മാത്രല്ലേ ഉള്ളൂ. പിന്നെ എന്ത് നമ്മളവരെ നമുക്ക് പൈസ തരുന്നില്ലല്ലോ അവര് പൊട്ടിയാലും ജയിച്ചാലും. പിന്നെ നമ്മളവരെ ഫാനല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാനായി പോയി ഫാൻ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങളൊരു കമന്റ് ഇട്ടേക്ക്, നിങ്ങൾ എന്ത് ഫാനാണ്, അപ്പോ നിങ്ങൾ ഏതിന്റെ ഫാനാണ്. നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ, അല്ലെങ്കിൽ മെസ്സി ആണോ, ലയണൽ മെസ്സി ആണോ, അല്ലെങ്കിൽ നമ്മുടെ നെയ്മർ ആണോ, നിങ്ങൾ ആരാന്ന് വെച്ചാൽ കമന്റ് ഇട്ടേക്ക്. നെയ്മർ ആണെങ്കിൽ മഞ്ഞ ഹാർട്ട് ഇട്ടേക്ക്, മെസ്സി ആണെങ്കിൽ നീല ഹാർട്ട് ഇട്ടേക്ക്, പോർച്ചുഗലാണെങ്കിൽ റെഡ് ഹാർട്ട് ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇടാൻ മറക്കണ്ട. അപ്പം നമ്മളിതാ വന്ന വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കവലയെന്നാണ് നമ്മളിപ്പോൾ തിരിഞ്ഞു വന്നത്, നേരത്തെ നമ്മൾ തിരിഞ്ഞു വന്നത്. അപ്പോൾ ഇവിടേക്കാണ് ഗൈസ് നമ്മൾ തിരിച്ചെത്തിയത്. നമ്മളിതാ തിരിച്ചെത്തിയ സ്ഥലം ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടം വരെ പോയിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് അവിടെ വലിയ കാണാനൊന്നുമില്ല, അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ്. ഈ വഴി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നെട്ടോട്ട് ഓടുകയായിരിക്കുന്നത്, എന്തായാലും ഈ വഴി അടിപൊളിയായതുകൊണ്ട് നമ്മൾ വീണ്ടും പോവാണ്. വീണ്ടും പോകുന്ന വെച്ചാൽ പകുതി വരെ എന്നിട്ട് നമ്മൾ വീഡിയോ എന്തായിരിക്കും, എന്തായാലും വെറുതെ ഓടിച്ച് കളിക്കാമല്ലോ. നമുക്ക് എണ്ണയാണെങ്കിൽ 46 ലിറ്റർ ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നെട്ടോട്ടം പോലെ ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നത്. പാച്ചുവാണെങ്കിൽ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, അവനിങ്ങനെ എവിടെയെങ്കിലും മൂഡ് ഓഫ് ആയി, അവൻ പറഞ്ഞ മൂഡ് ഓഫ് ആകും ഗൈസ്, ഞാൻ വിളിക്കട്ടെ. അപ്പോൾ പാച്ചു എഴുന്നേൽക്കുന്നൊരു മട്ട് കാണുന്നില്ല, അവന് പനിയുണ്ട് എന്ന് ചെറുതായിട്ടൊരു സൂചന എനിക്ക് തന്നിരുന്നു. അപ്പോൾ എന്തായാലും അവൻ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ വയനാടൻ ഷഡ്ഡാസ്ത്ര ബസ് അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്.